Hi friends, welcome to the YouTube channel. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത all-in-one ink tank A3 പ്രിന്ററായ Epson L14150 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിളിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ Epson L14150 പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. L14150 പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളത് സെർച്ച് ചെയ്യുകയാണ്. നമുക്ക് താഴെ കാണാൻ കഴിയും, അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് വരും. അതിൽ ഫസ്റ്റ് കാണുന്ന epson.co.in എന്ന വെബ്സൈറ്റ്, അവിടെയാണ് നമുക്ക്, ആ വെബ്സൈറ്റിലാണ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉള്ളത്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റ് ഓപ്പണായി വരും. ഇത് എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അപ്പോൾ അത് ഓപ്പണായി വന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. നേരെ ഡൗൺലോഡ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, ഡൗൺലോഡ്സ് എന്ന ഓപ്ഷനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, മറ്റേത് നമ്മൾ ഡയറക്റ്റ് എപ്സൻ്റെ വെബ്സൈറ്റ് വഴി പോവുകയാണെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ എപ്സൺ പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളത് സെർച്ച് ചെയ്താണ്ട് ആ വെബ്സൈറ്റിൽ കയറിയത്. അപ്പോൾ ഡയറക്റ്റ് ഡൗൺലോഡ് സെൻറ്ററിലായിരിക്കും പോവുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റായിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ വിൻഡോസ് 7 ആണോ, വിൻഡോസ് 10 ആണോ, വിൻഡോസ് 8 ആണ്, ഏതാണെന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ കണ്ടില്ലേ, ഡിറ്റക്റ്റഡ് എന്നുള്ള കണ്ടില്ലേ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കായി ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വിൻഡോസ് 10 64 ബിറ്റിനുള്ള ഡ്രൈവർ പാക്കേജാണ് ഇനി കാണിക്കുന്നത്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇൻ്റർനെറ്റ് ചെറിയ സ്ലോ ആണ്. നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ചെറുതായിട്ട് സ്ലോ ആണല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, ലിസ്റ്റ് വന്നു. അവിടെ താഴെ റെക്കമെൻഡ് ഫോർ യു എന്നുള്ളതല്ല, നമുക്ക് താഴെ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, താഴെ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 3 ഓപ്ഷനും കാണാൻ കഴിയും. അതിൽ ഏറ്റവും അവസാനം കാണുന്ന ഈ വിൻഡോസ് 64 പ്രിൻ്റർ ഡ്രൈവ് എന്ന് കാണുന്ന ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അത് ഡൗൺലോഡ് എന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലൊരു പേജ് ഓപ്പണായി വരും. അവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയും ഡൗൺലോഡിങ് നടന്നിട്ടുണ്ട്, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫയൽ അൺസിപ്പ് ചെയ്തിട്ട് ഓപ്പണായിട്ട് വരും. അൺസിപ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നു. അവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ ലാംഗ്വേജ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. എന്നിട്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ലൈസൻസ് എല്ലാം എഗ്രീഡ് ആണ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മോഡൽ പ്രിൻ്ററിന് നെറ്റ്വർക്കും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു മെൻഷൻ ചോദിക്കും, നെറ്റ്വർക്കിലാണോ USB കണക്ഷനാണോ വേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് USB കണക്ഷൻ വഴിയുള്ള ഡ്രൈവർ ഇൻസ്റ്റാളേഷനാണ്. കണ്ടില്ലെങ്കിൽ ഒരു 2 ഓപ്ഷൻ ചോദിക്കും. അത് നമുക്ക് നെറ്റ്വർക്കിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഞാൻ USB ആണ് ഇപ്പോൾ നമുക്ക് കണക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ കണക്ഷൻ മെത്തേഡ് USB ആയതുകൊണ്ട് ഞാൻ ഇവിടെ USB എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ വഴി കണക്ട് ചെയ്തിരിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് നേരം ഈ ലോഡിങ് ഉണ്ടാവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കാണിക്കും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്തത് കറക്റ്റാണോ അല്ല അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനൽ ഡിവൈസ് പ്രിൻറ്റേഴ്സിൽ നമ്മൾ പ്രിൻ്ററിൻ്റെ പേരാണ് കാണിക്കുന്നത്. അവിടെ റൈറ്റ് ബട്ടൺ ഞെക്കിയാണ്ട് പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് പുറത്തോട്ട് വന്ന ഫയലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.